കുമാരമാഷ് കുമാരൻ ഇതുവരെ കണ്ടിരിക്കണ്. വിട്ടുപിടിക്കാൻ പറ അവൻ്റെ അടുത്ത്. എന്താണ് മണി, എവിടെയാണ്? കാണാൻ കൊടുക്കണില്ലല്ലോ. ചെറിയ കറക്കത്തിലായിരുന്നു മാഷെ. കറക്കം നല്ലതാ. അതുകൊട്ടെ, അങ്ങനെയുണ്ട് എൻ്റെ ബൾബിൻ്റെ പണിയൊക്കെ? ബൾബല്ല മാഷെ, ട്യൂബ്. ട്യൂബ്. അല്ല മണി, നീ എന്നെ ഈ മാഷെന്നും വിളിക്കണ്ട. ഞാനൊരു ഗുണ്ടേ. മാഷെന്ന് വിളിച്ചിട്ട് എന്താണ്ടൊക്കെ പോലെ തോന്നുന്നു. എന്തത്, മിലിറ്ററിയാ? അങ്ങനെയൊന്നുമില്ല. സിരാജ്, ഗ്ലാസ് എടുക്ക്. മണി, ഈ രണ്ടെണ്ണം അടിച്ചിട്ട് വിട്ടോ. ഇവിടെ ചില പ്രശ്നമുണ്ട്. എന്താ മാഷ? അല്ല എന്താ ആശാനെ? എടാ ബഷീറില്ലേ? ഏത് ചീത്ത ബഷീർ? നമ്മുടെ ശുക്കൂറിന്റെ സഹോദരൻ. അത് തന്നെ. ഓനിട്ട് ഞാനൊന്ന് രാഗി. പേർക്കനെ ഓൻ്റെ ഓളുടെ ചന്തിക്ക് പിടിച്ച കേസാ. ഇപ്പൊ ഓൻ എനിക്കിട്ട് പൊട്ടിക്കണമെന്ന്. ഏത് വരട്ടെ നീ. എടാ കുമാരന്റെ കയ്യിൽ ഷെല്ലുണ്ട്. ഷെല്ല് ഇട്ട് പൊട്ടിക്കും ഞാൻ. ആശാനെ, ഞാനുണ്ട് ആശാന്റെ കൂടെ. വേണ്ട മണി, വിട്ടോളി. ഇത് ഞാൻ പിടിച്ചോളാം. എടാ കൂത്തുപറമ്പ് വെടിവെപ്പില് പോലീസിന്റെ വെടിയുണ്ട് ഈ നെഞ്ചി പിടിച്ചവനാ കുമാരൻ. ഇഞ്ഞാ ബഷീർ. കയ്യെത്തും ദൂരത്താ ഓന്റെ മയ്യത്ത്. ആശാനെ, മണിയെ പറ്റി ആശാൻ അങ്ങനെയാണ് കരുതിയിരിക്കുന്നത്. ഈ ചങ്ക് പറിച്ചു തരും ആശാനെ മണി. എന്താന്ന് മനസ്സിലായോ? എന്താണ്? ആൾ ബോംബാണ്. റിബൽ കുമാരന് LTT കണക്ഷനൊക്കെ ഉണ്ട്. വന്നിക്കണതേ തമിഴ് പുലിയാ. ഇത് നിങ്ങൾക്കുള്ള പണിയോട്ടാ. ഹലോ ബഷീർക്ക. ഷുക്കൂറേ, ഈ വെടി വെക്കുമ്പോ ആദ്യം കുമാരനെ വേണ്ട. ഓൻ്റെ കൂടെ പൂക്കൾ ഷട്ടിട്ട് ഒരുത്തനുണ്ട്. ഓൻ്റെ ചങ്കത്ത് പോയി അതിൻ്റെ ഡബിൾ വയറില്. ഓക്കെ ഇക്ക. പൂക്കൾ ഷട്ടിട്ടവനല്ലേ? ഓൻ തന്നെ, പൂക്കൾ ഷട്ടിട്ടോൻ. ഓക്കെ അതിന് മണിയുടെ കയ്യിൽ പണി. ഓടിക്കോ മാഷേ. മാഷേ, ആശാനെ. അയ്യോ രക്ഷിക്കണം, അവരെന്നെ കൊല്ലും. രക്ഷിക്കണം ചേച്ചി, അവരെന്നെ കൊല്ലും. രക്ഷിക്കണം, അവരെന്നെ കൊല്ലും. എന്നെ കൊല്ലും ചേച്ചി. ആരാടി നീ? വത്സമ്മ.
എന്താ ഇവിടെ? ഓ അത് സാറേ വെറുതെ ഒരു ടൈം പാസിന്. ടൈം പാസോ? നിനക്കോ? ആരുടെ അകത്ത്? ആരുമില്ല സാറേ. മാറി നിൽക്കടി. ജീവിക്കാൻ സമ്മതിക്കൂല മോരണങ്ങള്. അയ്യോ സാറേ, ഞാനല്ല സാറേ വെടിവെച്ചത്. കുറെ സദാചാരക്കാര്. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെയും വ്യഭിചാര നിരോധന നിയമത്തിലെയും പ്രസക്തമായ വകുപ്പുകൾ പ്രകാരം മണി അകത്തുപോയി. രണ്ടു മാസത്തെ തടവ് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ മണിയിൽ അതുവരെ കാണാതിരുന്ന ചില വികാര വിചാരങ്ങൾ മിന്നിമറയുന്നുണ്ടായിരുന്നു. ഹലോ, സുപ്രൻ കടലുണ്ടി. എന്തുകൊണ്ടി? കുണ്ടിയല്ല, ലുണ്ടി, കടലുണ്ടി. സുപ്രൻ കടലുണ്ടി. പിന്നെ നിങ്ങളിപ്പോൾ തിരഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ പരിഹാരം എൻ്റെ കയ്യിലുണ്ട്. താത്രിപ്പിള്ളി ബീന, ഇരട്ടി സ്മിത, കാക്ക ബിന്ദു മുന്തിയതാ. ദുബായ് ഫാത്തിമ. ഫാത്തിമ ഇപ്പോൾ ദുബായ് ട്രിപ്പ് കഴിഞ്ഞ് വന്നേ ഉള്ളൂ. ഈ ഫിഗറിന് ഓടി ചേരും. എല്ലാവരും ഒന്നിനൊന്ന് ഫസ്റ്റാ. ഇവിറ്റകൾ തമ്മിലൊരു കോമ്പറ്റീഷൻ തന്നെ നടക്കുന്നുണ്ട്. അത് പിന്നെ പറയാം. കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷനാ സുപ്രൻ്റെ ഒരു രീതി. അല്ലാണ്ട് നമുക്കിതൊരു ബിസിനസ് ആയിട്ടല്ലെന്ന് കൂട്ടിക്കോളി. ഈ വത്സമ്മ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി അറിയോ? വത്സമ്മ? ആ, പേര് കേൾക്കാൻ നല്ല രസമുണ്ട്. ആരപ്പ ഇത്? ആ, ചായ കുടിച്ചിട്ട് പോന്ന്. താൻ തന്നെ കുടിച്ചാ മതി. ചായ വേണ്ട, വേണ്ട, കട്ടനുണ്ട്. ഏത് നല്ല അസല് ചെക്കന്മാര്. ഡോ, ഇയാൾക്കൊരു കട്ടൻ കൊടു. ചെറുതാണെങ്കിലും വത്സമ്മയെക്കുറിച്ചുള്ള ഓർമ്മകൾ മണി തൻ്റെ ഇടനെഞ്ചിലൊതുക്കി. അങ്ങനെ കസർത്തും പതിവുകളുമായി കോഴിക്കോട് നഗരത്തിൽ മാസങ്ങൾ തള്ളി നീക്കി. കാര്യമാണോ? ഏതായാലും കുഴപ്പമില്ല, വാ വെറുതെ കിടക്കണ്ടെന്ന്. അതിന് വടക്കനാ ഫസ്റ്റ്.
എന്തിനാണോ താൻ എന്റെ പുറകെ നടക്കുന്നേ? വത്സമയത്ത് കാണാൻ തുടങ്ങിയിട്ട് നാള് കുറെ ആയി. സ്ഥലമുണ്ടോ? ശരി, എന്നൊരു ഓട്ടോ വിളി. ഉടുപ്പൊക്കെ ഉണ്ടോ? വാ, ഇവിടെ ഇത്രയും സൗകര്യമൊക്കെ ഉള്ളൂ. താനെന്താ വീട് നോക്കാൻ വന്നേക്കോണോ? പിന്നെ കാര്യം കഴിയുമ്പം കാണാൻ വീണ വർത്താനം പറയാൻ നിൽക്കരുത്. 500 രൂപ വേണം, ഉടുപ്പിന്റെ പൈസ വേറെ. ജൗളി നേരെ ഇട്, ജൗളി നേരെ ഇട്. ഞാൻ ഇതിനല്ല വന്നത്. പിന്നെ പ്രേമം